ഇന്ന് പറയുന്നത് 8 ക്വീൻസ് പ്രോബ്ലം ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്തു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. അപ്പോൾ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആപ്ലിക്കേഷനായിരുന്നു 8 ക്വീൻസ് പ്രോബ്ലം. n ക്വീൻസ് പ്രോബ്ലം എന്നാണ് അതിൻ്റെ ജനറലൈസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്നിന് 4 കൊടുത്താൽ അത് 4 ക്വീൻസ്, 8 കൊടുക്കുമ്പോൾ അത് 8 ക്വീൻസ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ചെസ് ബോർഡിൽ ഉള്ള ഒരു മെമ്പറാണ് ക്വീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വീനിന് റോ വൈസും കോളം വൈസും ഡയഗണൽ വൈസും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സെയിം റോയിൽ വേറൊരു ക്വീൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ വരാത്തക്ക രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി. അതാണ് 8 ക്വീൻസ് പ്രോബ്ലത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ 8 ക്വീൻസ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദി applications of backtracking. In 8 queens problem we have to place 8 queens on an 8 by 8 chessboard such that no queens are on the same row, column or diagonal and none of them attack each other, and let x1 x2 etc xn represent a solution in which xi is the column of the ith row where the ith queen is placed. അതായത് നമ്മൾ ഈ പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ വെക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ വെക്ടറാണ് x1 x2 എക്സെട്ര എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 8 ക്വീൻ എന്ന് പറയുമ്പോൾ അവിടെ 8 ട്യൂപ്പിളാണ് വരുന്നത്. അപ്പോൾ x1 x2 x8 വരെ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഓരോ കോളമാണ് അവിടെ പറയുന്നത്. ഓരോ കോളത്തിലെ ith കോളത്തിൽ എന്താ ഉണ്ടാവുക? ith റോയിലുള്ള ith ക്വീൻ. അതായത് ഓരോ റോയിലും നമ്മൾ ഓരോ ക്വീനാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് ക്വീൻ, സെക്കൻഡ് റോയിൽ സെക്കൻഡ് ക്വീൻ, തേർഡ് റോയിൽ തേർഡ് ക്വീൻ. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വെക്കുന്നത്. അതല്ലെങ്കിലോ നമുക്ക് 8 by 8 എന്ന് പറയുന്ന സമയത്ത് നമുക്കിവിടെ 64 സ്ക്വയേഴ്സ് അവിടെ കാണാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ 64 സ്ക്വയേഴ്സിൽ ഈ 8 ക്വീൻസിനെ നമുക്ക് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യാം? 64 C4 ആയിട്ട് C8 ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത്രയും നമുക്ക് പോസിബിലിറ്റീസിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് ഈ ഒരു രീതിയിൽ കൺസ്ട്രെയിൻ പറയുന്നുണ്ട്. സെയിം റോ, സെയിം കോളം, സെയിം ഡയഗണൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ക്വീൻസിനെ അറേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ ഫസ്റ്റ് റോയിൽ നമ്മൾ ഫസ്റ്റ് ക്വീനെ മാത്രമാണ് വെക്കുന്നത്, സെക്കൻഡ് റോയിൽ സെക്കൻഡ് ക്വീൻ, തേർഡ് റോയിൽ തേർഡ് ക്വീൻ. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് പറയുമ്പോൾ 2 കൺസ്ട്രെയിൻസ് പറഞ്ഞു, 2 ടൈപ്പ് കൺസ്ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിനും ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിനും. അപ്പോൾ 8 ക്വീൻസ് പ്രോബ്ലത്തിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന 2 കൺസ്ട്രെയിൻ ഏത് രീതിയിലാണെന്ന് നോക്കേണ്ടത്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xi ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, അതായത് 1 to 8 വരെയുള്ളതാണ് നമുക്കവിടെ കൊടുക്കുക. ആ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസിൽ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ 8 വരെയുള്ള എലമെൻറ്റ്സ് മാത്രമേ ആ ഒരു സെറ്റിൽ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ദെൻ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻ. ഇവിടുത്തെ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? 2 ക്വീൻസ് സെയിം കോളത്തിൽ അല്ലെങ്കിൽ ഡയഗണലിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. നോ 2 ക്വീൻസ് പ്ലേസ്ഡ് ഓൺ ദി സെയിം കോളം ആൻഡ് നോ 2 ക്വീൻസ് പ്ലേസ്ഡ് ഓൺ ദി സെയിം ഡയഗണൽ. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഓൾ ദ സൊല്യൂഷൻസ് ഫോർ ദി പ്രോബ്ലം. അതായത് നമ്മളൊരു സിംഗിൾ പ്രോബ്ലം അല്ല നമ്മളിവിടെ നോക്കുന്നത്, മറിച്ച് എല്ലാ പോസിബിലിറ്റീസും ആ ഒരു ചെസ് ബോർഡിൽ ആ ഒരു 8 ക്വീൻസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം, അതിലെ എല്ലാ പോസിബിലിറ്റീസുമാണ് നമ്മൾ ഇവിടെ ബാക്ക് ട്രാക്കിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു സിംഗിൾ സൊല്യൂഷനാണ് നമുക്ക് വേണമെങ്കിൽ ഡയനാമിക് പ്രോഗ്രാമിംഗ് വെച്ചിട്ട് ചെയ്യാം, കൺസ്ട്രെയിൻ വെച്ചിട്ട്. അതുപോലെയല്ല ബാക്ക് ട്രാക്കിംഗ് നമ്മൾ എല്ലാ പോസിബിലിറ്റീസും നോക്കുന്നുണ്ട്. ഓക്കെ, ദെൻ വി ക്യാൻ റെപ്രസെൻറ്റ് യൂസിങ് സ്റ്റേറ്റ് സ്പേസ് ട്രീ. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മളൊരു ട്രീ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ആ ഒരു ട്രീയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്ന് വിളിച്ചത്. ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 rows and 8 columns and it consists of 8 queens 1 2 3 4 etc 8, and here 8 tuple solution vector x1 x2 x3 x4 etc x8 represent the column numbers. അതായത് ഈ ഒരു സൊല്യൂഷൻ വെക്ടറിൽ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്ന ഏത് കോളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് ക്വീൻ അത് ഏത് കോളത്തിലാണെന്നുള്ളത്.
ഓക്കെ, അതാണ് അവിടെ ആ ഒരു ട്യൂപ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ SI is equal to 1 2 3 etc. 8 is the column numbers. ആ 8 വരെയുള്ള ഏത് കോളം വേണമെങ്കിൽ നമുക്ക് അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹിയർ XI is equal to 1 less than or equal to I less than or equal to 8. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ X1 represents the column number of Q1. അതായത് ഫസ്റ്റ് ക്വീൻ ഏത് കോളത്തിലാണ് എന്നുള്ളതാണ് X1 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ സെക്കൻഡ് കോളത്തിലാണെങ്കിൽ നമുക്ക് X1ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 2 എന്ന് കൊടുക്കണം. ആ ഒരു രീതിയിൽ ആ X1 X2 X3ൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഈ 1 to 8 വരെയുള്ള സെറ്റിലെ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കും. അതാണ് സെറ്റ് SI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ 8 ട്യൂപ്പിളാണുള്ളത്. ആ 8 ട്യൂപ്പിൾ സെലക്ഷൻ വെക്ടേഴ്സിൽ നമുക്ക് X1 എന്ന് പറയുന്നത് ഫസ്റ്റ് 1 ആകുമ്പോൾ ഫസ്റ്റ് ക്വീൻ ഫസ്റ്റ് റോയിൽ ഏത് കോളത്തിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന സമയത്ത് X2 വരുമ്പോൾ X2 ആണ്. അപ്പോൾ സെക്കൻഡ് റോയിലുള്ള സെക്കൻഡ് ക്വീൻ അത് ഏത് കോളത്തിൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. ദെൻ ടോട്ടൽ പോസിബിലിറ്റീസ് ടു പ്ലേസ് എ ക്വീൻ ആഫ്റ്റർ അപ്ലൈയിങ് 2 constraints ആർ റെഡ്യൂസ്ഡ് ഫ്രം 64C8 to 8 factorial. അതായത് നമ്മൾ പറഞ്ഞു ചെസ് ബോർഡ് അതിൽ 8 ക്വീൻസ് ആണ്. ആ 8 ക്വീൻസിന് നമ്മൾ 8x8 ചെസ് ബോർഡിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 8x8 എന്ന് പറയുമ്പോൾ 8 × 8 64 സ്ക്വയേഴ്സ് അവിടെ ഉണ്ട്. ആ 64 സ്ക്വയേഴ്സിൽ നമുക്ക് 8 ക്വീൻസിനെ ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ പറയുമ്പോൾ നമുക്കതിൻ്റെ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ആക്ച്വലി 64C8 ആണ്. പക്ഷേ ഈ 64C8 നമുക്കിപ്പോൾ ക്വീൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലോ സെക്കൻഡ് റോയിലോ തേർഡ് റോയിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് വെക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ 64C8 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ എന്ത് പറയുന്നുണ്ട്? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് ക്വീൻ മാത്രമേ വെക്കുള്ളൂ, സെക്കൻഡ് റോയിൽ സെക്കൻഡ് ക്വീൻ മാത്രമേ വെക്കുള്ളൂ. അതുപോലെ സെയിം റോ സെയിം കോളം സെയിം ഡയഗണൽ നമ്മൾ വയ്ക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുമ്പോൾ നമുക്കത് വീണ്ടും അതിൻ്റെ പോസിബിലിറ്റീസ് റെഡ്യൂസായി എത്രയിലേക്ക് റെഡ്യൂസ് ചെയ്തു വന്നു? 8 ഫാക്ടോറിയലായിട്ട് റെഡ്യൂസ് ചെയ്തു വന്നു. ഓക്കെ, അത് ശരിക്കും 8 കോളംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 സ്റ്റുഡൻസിനെ അറേഞ്ച് ചെയ്യുന്ന സെയിം എഫക്റ്റേ ഇവിടെ വരുള്ളൂ. കാരണം 8 കോളംസ് ആണ്. ആ 8 കോളംസിൽ 8 ക്വീൻസ് അറേഞ്ച് ചെയ്യുന്ന പോസിബിലിറ്റി ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. Okay, then if chessboard squares being numbered as the indices of the 2-dimensional array 1 A of 1 to n A of 1 to n അതായത് റോ കോളം. ഓക്കെ, n സൈസ് എന്ന് പറയുന്നത് ഇത് n/n ചെസ് ബോർഡിലെ n ക്വീൻസിൻ്റെ കാര്യമായിട്ടാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ 2 ഡയമെൻഷണൽ അരയിൽ വെച്ച് നമുക്ക് പറയുന്ന സമയത്ത് നമുക്ക് ആ ഏത് രീതിയിൽ പറയാൻ വേണ്ടി പറ്റുക? A1 to n 1 to n സൈസ് നമ്മൾ ജസ്റ്റ് ഡിഫൈൻ ചെയ്തതാണ്. ദെൻ എവറി എലമെൻറ്റ് ഓൺ ദ സെയിം ഡയഗണൽ ദാറ്റ് റൺസ് ഫ്രം ദി അപ്പർ ലെഫ്റ്റ് ടു റൈറ്റ് ലോവർ റൈറ്റ് ഹാസ് ദ സെയിം റോ കോളം വാല്യൂ. Example, the squares that are diagonal to the queen at A42 are A31, A53, A64, A75 and A86, and all these squares have the row column value of 2. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ A42 അത് എവിടെയാണ് വരിക? ഇതാണ് A42 അല്ലേ? റോ 4 കോളം 2. ആ A42ൻ്റെ ഡയഗണൽ എന്ന് പറയുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ഡയഗണലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഡയഗണലുള്ളതെല്ലാം എങ്ങനെയാണ്? നമ്മുടെ അപ്പർ ലെഫ്റ്റ് തൊട്ട് ലോവർ റൈറ്റ് വരിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റോ കോളം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ്. അതായത് 4 - 2 എത്രയാണ്? 2 ആണ് അല്ലേ? 4 - 2 2 ആണ്. അതുപോലെ ഇതിൻ്റെ മേലെയുള്ള അതായത് അപ്പർ ലെഫ്റ്റിലുള്ള ഡയഗണൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ 3 1 ആണ്. 3 1 ആണല്ലോ. അപ്പോൾ 3 1 എന്ന് പറയുമ്പോൾ 3 - 1 എത്ര വരും? 2 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡയഗണൽ എന്ന് പറയുന്നത് 5 3. അപ്പോൾ 5 3 എന്ന് പറയുന്നതും ഇതിൻ്റെ ഡയഗണലിൽ വരുന്നതാണ്. അപ്പോൾ 5 3 മീൻസ് 5 - 3 അതും 2 ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 6 4. അപ്പോൾ 6 4 എന്ന് പറയുമ്പോൾ 6 - 4 അതും എത്രയാണ്? 2 ആണ്.
7 5 എന്ന് പറയുമ്പോൾ അതിൻ്റെതും ഡയഗണൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് 8 6 എന്ന് പറയുമ്പോൾ അതിൻ്റെയും ഡയഗണൽ വാല്യൂസ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പറയുമ്പോൾ ഈ ഒരു വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്കത് അതിൻ്റെ ഡയഗണൽ പൊസിഷനിലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് രീതിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എടുത്തിരിക്കുന്നത് 6 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 6 1. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് പറയുന്നത് എത്രയാണ്? 5 ആണ്. അതുപോലെ അതിൻ്റെ ഡയഗണൽ വരുന്നതാണ് 7 2 എന്ന് പറയുന്നത്. അപ്പോൾ 7 - 2 എന്ന് പറയുമ്പോൾ അത് 5 ആണ്. അപ്പോൾ അത് അതിൻ്റെ ഡയഗണലാണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് 8 - 3. അപ്പോൾ അതും ആ ഒരു പൊസിഷൻ്റെ സെയിം ഡയഗണലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കതിൻ്റെ ഡയഗണലാണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ വരുന്ന റോ കോളം വാല്യൂസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ആ സ്ക്വയേഴ്സ് എല്ലാം ഡയഗണലായിട്ട് വരുന്നതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ സപ്പോസ് two queens are placed at positions I ആണ് I, J and K, L. Then by the above they are on the same diagonal only if I minus j is equal to k minus l or I plus j is equal to k plus l. Then first implies j minus l is equal to I minus k, and second implies j minus l is equal to k minus I. ഇത് I ആണ്, അതുപോലെ ഇതും I ആണ്. ഓക്കെ, therefore two queens lie on the same diagonal if and only if j minus l mod j minus l is equal to mod I minus k. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ നമ്മളിവിടെ ജനറലൈസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് ക്വീൻസ് രണ്ട് പൊസിഷനിലുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് I J അതുപോലെ K L ആണ് എങ്കിൽ അത് ഡയഗണൽ ആണ്. നമുക്ക് എപ്പോൾ പറയാം? I minus j is equal to k minus l. I minus j is equal to k minus l അല്ലെങ്കിൽ I plus j is equal to k plus l ആണ് എങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ക്വീൻസും സെയിം ഡയഗണലാണ് വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റിനെ നമുക്ക് ഇംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് രീതിയിൽ കൊടുക്കാം? j റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ j മൈനസ് എൽ, അതുപോലെ k ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ I മൈനസ് k അല്ലേ. അതുപോലെ സെക്കൻഡ് ഇംപ്ലൈസ് ഇപ്പോൾ I സെക്കൻഡിലേക്ക് എടുത്ത സമയത്ത് എന്ത് കിട്ടി? I പ്ലസ് ജെ ഈസ് ഈക്വൽ ടു കെ പ്ലസ് എൽ ആയിരുന്നു. അതിൽ നമ്മളെന്താ j മൈനസ് എൽ. ഓക്കെ, എൽ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തു. j മൈനസ് എൽ ഈസ് ഈക്വൽ ടു കെ മൈനസ് ഐ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് രണ്ടും മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. Then therefore two queens lie on the same diagonal only if and only if j minus l is equal to I minus k. അതിൻ്റെ മോഡ് വാല്യൂ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മൈനസ് വരാം. അപ്പോൾ -1 ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷേ mod 1 ഈസ് ഈക്വൽ ടു -1 എന്നുള്ളത് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് പറയാം? അത് സെയിം ഡയഗണലാണ് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇനി നമുക്കിതിൽ കൊടുക്കുന്നത് അൽഗോരിതമാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം പറഞ്ഞ സമയത്ത് എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ റൈറ്റ് കൊടുക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ റൈറ്റ് ചെയ്തു. ആക്ച്വലി അത് ആ സമയത്ത് തന്നെ ചെയ്യേണ്ട കാര്യം വരുന്നില്ല, ലാസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് അതിൻ്റെ ആൻസർ നോഡിലേക്ക് എത്തിയതിന് ശേഷം അത് ആ കംപ്ലീറ്റ് കോളം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളത് റൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് അൽഗോരിതമാണ് ഉള്ളത്. ഒന്ന് എൻ ക്വീൻസ് അൽഗോരിതം, രണ്ടാമത്തത് പ്ലേസ്. അതായത് നമ്മൾ ആ പ്ലേസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഡയഗണലാണോ അല്ലോ എന്നുള്ളതിനനുസരിച്ച് അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്ലേസ് എന്ന് പറയുന്ന അൽഗോരിതം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ ക്വീൻസിലാണ്. അപ്പോൾ എൻ ക്വീൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ എൻ ക്വീൻസിൽ കെ എൻ ആണ്. അപ്പോൾ ഫസ്റ്റ് കെ ഇസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. അതായത് നമ്മൾ ഫസ്റ്റ് റോ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത്
ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 to n എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ തുടങ്ങുന്നത്. ദെൻ യൂസിങ് ബാക്ക് ട്രാക്കിംഗ് ദിസ് പ്രൊസീജിയർ പ്രിൻറ്റ്സ് ഓൾ പോസിബിൾ പ്ലേസ്മെൻറ്റ്സ് ഓഫ് n queens ഓൺ an n by n chess board so that they are non attacking. അതായത് നമ്മളിവിടെ n ക്വീൻസിൻ്റെയാണ് പറയുന്നത്. അപ്പോൾ n ക്വീൻസിൽ n ചെസ് ബോർഡിൽ n ക്വീൻസിനെ പ്ലേസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ പ്ലേസ് ചെയ്ത് അറ്റാക്ക് വരാത്തക്ക രീതിയിൽ നമ്മളത് പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. ഒരു സിംഗിൾ പോസിബിലിറ്റി അല്ല, മറിച്ച് അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും. ഓക്കെ, ദെൻ ഫോർ I is equal to 1 to n2 if place k of I is equal, if place of ki is true, then x of k is equal to 1, and if k is equal to n, then write x of 1 to n, else n queens of k plus 1 to n. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ എവിടുന്ന് തുടങ്ങേണ്ടത്? 1 k is equal to 1 എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 1 to 1 ഉള്ള രീതിയിൽ നമ്മൾ തുടങ്ങുന്നു. അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ അതിൽ പ്ലേസ് അത് ട്രൂ ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതിലേക്ക് പോയി? അൽഗോരിതം പ്ലേസ് ഓഫ് കെ ഐയിലേക്ക് പോയി. ഓക്കെ, ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് എ ക്വീൻ ക്യാൻ ബി പ്ലേസ്ഡ് in kth row and ith column, otherwise it returns false. അതായത് നമുക്കത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് അത് അറ്റാക്കൊന്നും വരുന്നില്ല, സെയിം റോ സെയിം കോളം, വേറൊരു എലമെൻറ്റും വേറൊരു ക്വീനൊന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രൂ എന്ന് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതർവൈസ് ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. xi ഈസ് എ ഗ്ലോബൽ അറേ ഹൂസ് ഫസ്റ്റ് k-l വാല്യൂസ് ഹാവ് ബീൻ സെറ്റ്. അതിൻ്റെ വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അബ്സല്യൂട്ട്സ് ഓഫ് ആർ റിട്ടേൺസ് ദി അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ABS of R returns the absolute values of R. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മോഡ് കൊടുത്തൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫോർ j is equal to 1 to k-l do if x of j is equal to I, അതായത് രണ്ടും സെയിം കോളത്തിലാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓർ absolute of x of j minus a I is equal to absolute of j minus k. അതായത് അത് സെയിം ഡയഗണലിലാണോ, നമ്മൾ നേരത്തെ ഡയഗണലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായിരുന്നു കൊടുത്തത്? I minus j is equal to k minus l. അപ്പോൾ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എങ്കിലും ട്രൂ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഫോൾസ് ആയിട്ട് റിട്ടേൺ ചെയ്യണം. അതായത് സെയിം കോളത്തിലല്ല വരുന്നത്, അല്ലെങ്കിൽ സെയിം ഡയഗണലിൽ അല്ല വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രൂ റിട്ടേൺ ചെയ്യണം. ഇനി ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ട്രൂ ആണ്, അതായത് സെയിം കോളത്തിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അത് ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യുക. അതെങ്കിൽ സെയിം ഡയഗണലാണ് വരുന്നതെങ്കിലോ അപ്പോഴും നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യാം. ആ ഒരു രീതിയിൽ ഏതാണോ റിട്ടേൺ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ n ക്വീൻസ് അൽഗോരിതം അങ്ങോട്ട് പ്രൊസീഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇഫ് പ്ലേസ് കെ ഐ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു 1 അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഇഫ് കെ ഇസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് ഇത് ഇവിടെ 8 ക്വീൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? n-ന് 8 കൊടുക്കാം. അപ്പം ഇപ്പോൾ കെയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഈസ് നോട്ട് ഈക്വൽ ടു n. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട? അത് റൈറ്റ് ചെയ്യേണ്ട. ഓക്കെ, എൽസ് n ക്വീൻസ് ഓഫ് k plus 1. അതായത് നമ്മൾ നെക്സ്റ്റ് n ക്വീൻസിലേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകണം, നെക്സ്റ്റ് റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് റോയിലേക്ക് പോകാൻ വേണ്ടി കൊടുക്കുമ്പോൾ എൽസ് n ക്വീൻസ് ഓഫ് k plus 1 to n. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർ I is equal to 1 ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് വീണ്ടും ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെക്ക് ചെയ്ത് നമുക്ക് ആ ഒരു n ക്വീൻസ് അൽഗോരിതത്തിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് ക്വീൻസിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ പ്ലേസ് കെ ഐ റിട്ടേൺസ് എ ബൂളിയൻ വാല്യൂ that is true if the kth queen can be placed in column I
and it is computing and its computing time is big of k minus 1. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ബിഗ് ഓഫ് k minus 1 ആയിരിക്കും. ദെൻ ദ അറേ xi is global. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ പ്രോബ്ലം ഈസ് ഇൻവോക്ഡ് ബൈ n queens of 1n. അതും ഓൾറെഡി പറഞ്ഞതാണ്. കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കെയുടെ വാല്യൂ നമ്മൾ എന്താണ് കൊടുത്തത്? 1 ആണ് കൊടുത്തത്. ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഇൻ 8 ക്വീൻ സ്റ്റേറ്റ് സ്പേസ് ട്രീ ഈസ് 1 പ്ലസ് സിഗ്മ j is equal to 0 to 7 pi I is equal to 0 to j 8 minus I. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 69,281 ആണ്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് സ്പേസ് ട്രീ വരച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് സ്പേസ് ട്രീയിൽ എത്ര നോട്ട്സ് ഉണ്ടാവും, ടോട്ടൽ നോട്ട്സ് എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു 8 സ്പേസ് ട്രീ പറയുന്ന സമയത്ത് നമുക്ക് എന്താ j is equal to 0 to 7 pi I is equal to 0 to j 8 minus I എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ട്രീയുടെ കേസ് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 69,281 ആയിരിക്കും. ദെൻ ഇവിടെ നമുക്ക് ഈ ഒരു 8x8 ചെസ് ബോർഡിൽ ക്വീൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ഒരു വാല്യൂസ് നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ x1 x2 x3 അതാണ് നമ്മളെ ട്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്യൂപ്പിളിൽ നമ്മൾ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വീൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വീൻ ഫസ്റ്റ് റോയിൽ എവിടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 4th കോളമാണ്. അപ്പോൾ 4th കോളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്യൂപ്പിളിലെ ഫസ്റ്റ് x1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. നെക്സ്റ്റ് സെക്കൻഡ് റോയിൽ സെക്കൻഡ് ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 6th നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 ആയിരിക്കും വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് തേർഡ് റോയിലുള്ളത് 8 ആണ്. അപ്പോൾ 8 കൊടുക്കുക. ദെൻ 2 കൊടുക്കുക. അത് കഴിഞ്ഞ് 5th എന്ന് പറയുന്നത് 7 ആണ്. അത് കഴിഞ്ഞ് 6th എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 7 എന്ന് പറയുന്നത് 3 ആണ്. ദെൻ 8 എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ പ്രയോജനം ഉണ്ടാകും. കാരണം ഇത് വലിയൊരു ട്രീ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു 4 6 8 2 7 1 3 5 എന്നുള്ള രീതിയിൽ നിങ്ങളിത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതൊരു സിംഗിൾ സൊല്യൂഷൻ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മിറർ ഇമേജ് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു അറ്റാക്കും ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ദെൻ അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? x1 എന്ന് പറയുന്നത് 4 ആണ്. x2 എന്ന് പറയുന്നത് 6 ആണ്. x3 8, x4 2, x5 7, x6 1, x7 3 and x8 5. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏത് സെറ്റിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 1 to 8 വരെയുള്ള വാല്യൂസാണ്. ആ 8 വരെയുള്ള വാല്യൂസിൽ ഫസ്റ്റ് x1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് ക്വീനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഏത് കോളമാണോ ആ കോളമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ദെൻ വേറൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുമ്പോൾ നമ്മളൊരു സിംഗിൾ അറേയാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. 1 2 3 4 5 6 7 8. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ 8 ക്വീൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഓരോന്നെന്ന് പറയുന്നത് എന്താണ്? കോളം ഏത് കോളമാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നത് കൊണ്ടാണ് നമുക്കത് 8 ഫാക്ടോറിയലായിട്ട് ചുരുങ്ങിയത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പോൾ അത്രയാണ് 8 ക്വീൻസ് പ്രോബ്ലത്തിൽ പറയാനുള്ളത്.